നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ആറിൻ്റെ മത്സരം കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ടീം കളിപ്പിക്കണം. ഇനിയും വൈകിപ്പിച്ചാൽ അതൊരു വലിയ മണ്ടത്തരമായിരിക്കും. പയ്യൻ്റെ ഏറ്റവും പീക്കിലുള്ള ഒരു സമയമാണിത്. അത് ടീം ഇന്ത്യ ഉപയോഗപ്പെടുത്തുക തന്നെ വേണമെന്ന്. അതവൻ ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് ഇന്ന് നടത്തിയത്. അന്ന് ബൂമ്രയെ ആദ്യ പന്തിൽ സിക്സർ അടിച്ചെങ്കിൽ ഇന്ന് ജോഷ് ഹേസൽവുഡ് അവനെറിഞ്ഞ ആദ്യ പന്ത് 4, തുടർച്ചയായിട്ട് 3 4, പിന്നെ ഒരു സിക്സറും അങ്ങ് പൊട്ടിക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച. മൈറ്റി ഓസിയുടെ വമ്പൻ ബൗളർ ഒരു കുഞ്ഞി ചെക്കൻ്റെ മുന്നിൽ ഒന്നുമല്ലാതാകുന്ന കാഴ്ച. ഏതായാലും വൈഭവ് അടിച്ച അടിയിൽ RCB ശരിക്കങ്ങുലഞ്ഞു. പിന്നെ ധ്രുവ് ജുറൽ കാര്യങ്ങൾ ഏറ്റെടുത്തു, ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. തുടർച്ചയായ 4ാം വിജയം രാജസ്ഥാൻ റോയൽസ് നേടിയപ്പോൾ RCB ഈ സീസണിൽ അവരുടെ ആദ്യ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു. 6 വിക്കറ്റിൻ്റെ വിജയമാണ് നേടിയിരിക്കുന്നത്. കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത RCB നിശ്ചിത 20 ഓവറുകളിൽ 8 വിക്കറ്റിന് 201 റൺസ് അടിച്ചപ്പോൾ 18 ഓവറുകളിൽ തന്നെ അത് ചേസ് ചെയ്തു. 4 വിക്കറ്റ് നഷ്ടത്തിൽ വിജയത്തിലേക്ക് കുതിച്ചെത്തുകയായിരുന്നു. RCBയുടെ ഇന്നിങ്സിൻ്റെ കാര്യം നമ്മൾ ഇടവേള സമയത്ത് വീഡിയോയിൽ വിശദമായി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അതിന് വിശദീകരിക്കുന്നില്ല, ജസ്റ്റ് സ്കോർ കാർഡ് മാത്രം പറഞ്ഞങ്ങ് പോകാം. ആദ്യം തന്നെ ഫിൽസാൾട്ടിന് അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. ജോഫ്രെ ആർച്ചറുടെ പന്തിൽ ധ്രുവ് ജുറൽ പിടിച്ച് ഗോൾഡൻ ഡെക്കായിട്ടാണ് ആൾ മടങ്ങിയത്. പിന്നെ ഫോമിലുള്ള ദേവദത്ത് പടിക്കലിൻ്റെ വക 3 4കളൊക്കെ വന്നെങ്കിലും 7 പന്തിൽ നിന്ന് 14 റൺസ് അടിച്ച് നിൽക്കവേ ജോഫ്രെ ആർച്ചറുടെ പന്തിൽ ഷിംറോൺ ഹെറ്റ്മയറുടെ മികച്ചൊരു ക്യാച്ചിൽ പടിക്കൽ പുറത്തായി. അടുത്ത ഊഴം വിരാട് കോഹ്ലിക്കായിരുന്നു. 16 പന്തിൽ നിന്ന് 7 4യുടെ സഹായത്തോടെ അദ്ദേഹം 32 റൺസ് അടിച്ചിരുന്നു. രവി ബിഷ്ണോയിയാണ് മടക്കി വിട്ടത്. പിന്നെ കൃണാൽ പാണ്ഡ്യ വന്നതും പോയതും ഒരുമിച്ചാണ്. 6 പന്തിൽ നിന്ന് 1 റൺസ്, ജിതേഷ് ശർമ്മ 5 റൺസ്, ടിം ഡേവിഡ് 9 പന്തിൽ നിന്ന് 13 റൺസ്. അങ്ങനെ കാര്യങ്ങൾ പോയി. പട്ടിദാർ 40 പന്തിൽ നിന്ന് 30 റൺസിൻ്റെ മികച്ചൊരു ഇന്നിങ്സ് കളിച്ചു. റൊമാരിയോ ഷെഫേർഡ് 11 പന്തിൽ നിന്ന് 22 റൺസ് അടിച്ചു. ഇമ്പാക്റ്റ് സബ്ബായിട്ട് ഇറങ്ങിയ വെങ്കിടേഷ് അയ്യർ അവസാന ഓവറിൽ സന്ദീപ് ശർമ്മക്കെതിരെ ആഞ്ഞടിച്ച് 20 റൺസ് ആ ഒറ്റ ഓവറിൽ അടിച്ചപ്പോൾ 15 പന്തിൽ നിന്ന് ഒരു 4ഉം 2 6ഉം അടക്കം അദ്ദേഹം 29 റൺസായി. ഭുവനേശ്വർ കുമാർ 7 പന്തിൽ നിന്ന് 9 റൺസുമായിട്ട് പുറത്താകാതെ നിന്നു. അങ്ങനെ നിശ്ചിത 20 ഓവറുകളിൽ 8 വിക്കറ്റിന് 201 റൺസിലേക്ക് RCB എത്തുകയും അതൊരു റെക്കോർഡായിട്ട് തീരുകയും ചെയ്തു. അതായത് IPL ഏറ്റവും അധികം തവണ 200 റൺസ് 200+ റൺസ് അടിച്ച ടീം അത് ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു ഇതുവരെ 36 തവണ. എന്നാൽ RCB ഇന്നത് 37 തവണ ആയിട്ട് മറികടന്നിട്ടുണ്ട്. ഏതായാലും 2 വീതം വിക്കറ്റുകൾ ജോഫ്രെ ആർച്ചറും രവി ബിഷ്ണോയും അതുപോലെ തന്നെ ബ്രിജേഷ് ശർമ്മയും എടുത്തിട്ടുണ്ടായിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ പറയണ്ടല്ലോ, വൈഭവ് അങ്ങ് അടിച്ചങ്ങ് പറത്തി. ജയ്സ്വാൾ 8 പന്തിൽ നിന്ന് 2 സിക്സർ അടക്കം 13 റൺസ് അടിച്ച് മടങ്ങി. ജോഷ് ഹേസൽവുഡിൻ്റെ വിക്കറ്റ് ആദ്യ വിക്കറ്റായിരുന്നു അത്. പക്ഷേ വൈഭവ് ഒരു ഭാഗത്തു നിന്ന് അങ്ങ് പൊള്ളിച്ചടുക്കുകയായിരുന്നു. പയ്യൻ്റെ അടി കിട്ടിയിട്ട് എല്ലാവരും ഹേസൽവുഡ് അടക്കമുള്ള വമ്പന്മാരൊക്കെ വലഞ്ഞു. 15 പന്തിൽ നിന്നാണ് അവൻ്റെ അർദ്ധ സെഞ്ചുറി വന്നത്. പിന്നെ 26 പന്തുകളിൽ നിന്ന് 7 സിക്സറും 8 4ഉം അടക്കം അവൻ 78 റൺസ് അടിച്ചു. കൃണാൽ പാണ്ഡ്യയുടെ പന്തിൽ ആഞ്ഞടിക്കാനുള്ള ശ്രമം അത് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. വിരാട് കോഹ്ലി മികച്ചൊരു ക്യാച്ചിലൂടെ വൈഭവിനെ മടക്കി. അതുവരെ പതുങ്ങി നിന്ന ജുറൽ പിന്നീടങ്ങ് പൊളിച്ചെടുക്കുകയായിരുന്നു. അതായത് 43 പന്തിൽ നിന്ന് 8 4 3 6ഉം അടക്കം അദ്ദേഹം 81 റൺസുമായിട്ട് പുറത്താതെ നിന്നു. സൂര്യവംശി പുറത്തായതിന് പിന്നാലെ വന്ന ഷിംറോൺ ഹെറ്റ്മയർ പാണ്ഡ്യയുടെ തൊട്ടടുത്ത പന്തിൽ അതൊരു ബൗൺസർ അങ്ങ് എറിഞ്ഞു. അദ്ദേഹം ഹെൽമറ്റൊന്നും ഇടാതെ വന്നിട്ട് പതിയെ ഇങ്ങനെ തട്ടിക്കൊടുത്തു അപ്പുറത്തെ ഫീൽഡറുടെ കയ്യിലേക്ക്. ഗോൾഡൻ ഡെക്കായിട്ട് മടങ്ങി. പിന്നാലെ പരാഗിനെ ജോഷ് ഹേസൽവുഡ് 3 റൺസിന് മടക്കിയപ്പോൾ കളി മാറുമോ എന്ന് തോന്നി. എന്നാൽ രവീന്ദ്ര ജഡേജ ജുറലിന് കട്ടക്ക് കൂട്ടുനിന്നു. 25 പന്തിൽ നിന്ന് 24 റൺസ് അടിച്ച് അദ്ദേഹം പുറത്താതെ നിന്നു. ജുറൽ 43 പന്തുകൾ 8 4ഉം 3 6ഉം അടക്കം 81 റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു. അങ്ങനെ വമ്പൻ വിജയം തന്നെ. 2 ഓവറുകൾ ശേഷിക്കെ 200 റൺസ് അവർ മറികടന്നു. 4ാമത്തെ വിജയം സ്വന്തമാക്കി. 4 കളി 4 വിജയം 8 പോയിൻ്റ് 1ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 3 കളി 4 പോയിൻ്റോടെ RCB ഇപ്പോൾ 3ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.